ഓം ശാന്തി. ഏകാഗ്രതയോടെ ഞാൻ സ്വയം തന്നെ കാണുന്നു. ഞാൻ ഒരു മിന്നിത്തിളങ്ങുന്ന ജ്യോതിബിന്ദുവാണ്. ഞാൻ ആത്മാ ഈ ഡ്രാമയിൽ ആക്ടറാണ്. ഈ പരിധിയില്ലാത്ത സൃഷ്ടി ഡ്രാമയിൽ ഞാൻ എൻ്റെ പാർട്ട് പ്ലേ ചെയ്യുകയാണ്. ഇപ്പോൾ ഡ്രാമയിലെ അന്തിമ സീൻ നടക്കുകയാണ്. ഇത് വീട്ടിലേക്ക് മടങ്ങേണ്ട സമയമാണ്. ഞാൻ സമയത്തിനു മുമ്പേ റെഡിയാക്കുന്നു. സമയം അതിവേഗം പോകുകയാണ്. ഇപ്പോൾ പറന്നുയരാനുള്ള സമയമാണ്. ഞാൻ സ്വയം മിന്നിത്തിളങ്ങുന്ന ആത്മസ്വരൂപത്തിൽ കാണുന്നു. ഈ ലോകത്തിൽ ഞാൻ അതിഥിയാണ്. എനിക്ക് വീട്ടിലേക്ക് മടങ്ങണം. ബാബ വന്നിരിക്കുകയാണ് എന്നെ കൂട്ടിക്കൊണ്ടുപോകാൻ. വീട്ടിലേക്ക് പോകുന്നതിനു മുമ്പേ എനിക്ക് സമ്പന്നമാകണം, സമ്പൂർണമാകണം. ഞാൻ ബാബയിൽ നിന്നും സർവശക്തികളുടെ സമ്പത്തെടുക്കുകയാണ്. ഞാൻ ദിവ്യ ഗുണങ്ങളാൽ ശൃംഗരിക്കപ്പെട്ട മൂർത്തിയാവുകയാണ്. എൻ്റെ ശ്രേഷ്ഠ കർമ്മങ്ങളുടെ കണക്കുകൾ ശേഖരിക്കപ്പെടുന്നു. എനിക്ക് പരിധിയില്ലാത്ത വൈരാഗ്യവൃത്തി ധാരണ ചെയ്ത് എൻ്റെ അടുക്കൽ എന്താണോ ഉള്ളത് സർവ്വതും സഫലമാക്കണം. ഏതൊരു വ്യക്തിയോ വൈഭവങ്ങളോ എന്നെ ആകർഷിക്കുന്നില്ല. എല്ലാ കർമ്മക്കണക്കുകളും തീർത്ത് എനിക്ക് തിരിച്ചു പോകണം. ഇപ്പോൾ ലക്ഷ്യത്തിലേക്ക് ശ്രദ്ധിക്കുന്നു. സൽപുത്രനായി ബാബയ്ക്ക് സാകാര പാലനയുടെ പ്രൂഫ് നൽകണം. ബ്രഹ്മബാബയുടെ സമാനം സമ്പന്ന സമ്പൂർണ്ണ സ്ഥിതി പ്രാപ്തി ചെയ്യണം. അവ്യക്ത സ്ഥിതിയിൽ നിരന്തരം സ്ഥിതമായിരിക്കണം. ഇപ്പോൾ നാടകം പൂർത്തിയാവുകയാണ്. തിരിച്ചു വീട്ടിലേക്ക് പോകണം. കലിയുഗ അവസാനത്തിനു ശേഷം സത്യയുഗം ആവർത്തിക്കുന്നു. ആത്മാക്കൾ സതോ പ്രധാനമായതു കാരണം ക്ഷീണിക്കുന്നു. ബാബ വന്ന് ക്ഷീണമകറ്റുന്നു. ബാബ എനിക്ക് വിവേകം നൽകുന്നു. പുതിയ സൃഷ്ടിചക്രം വീണ്ടും ആരംഭിക്കുകയാണ്. കലിയുഗ അന്ത്യത്തിന് ശേഷം
വീണ്ടും സത്യയുഗം ആവർത്തിക്കുന്നു. ഞാൻ എൻ്റെ മധുരമായ വീടിനെ ഓർമ്മിക്കുന്നു. ഞാൻ നിരാകാരി ലോക നിവാസിയാണ്. ഒരു തവണ മാത്രം വന്ന് പുതിയ ജ്ഞാനം നൽകുന്നു. ഞാൻ ഒരു ബാബയെ മാത്രം ഓർമ്മിക്കുന്നു. വികർമ്മം വിനാശമാക്കാൻ മറ്റൊരു ഉപായവുമില്ല. ഞാനിപ്പോൾ കക്കയിൽ നിന്നും വജ്രസമാനമായിക്കൊണ്ടിരിക്കുന്നു. ബാബ വന്ന് എന്നെ സുന്ദരമായ പുഷ്പമാക്കി മാറ്റുന്നു. ബാബ പുതിയ ലോകത്തിൻ്റെ സ്ഥാപന ചെയ്യുകയാണ്. ബാബയാണ് സൃഷ്ടിയുടെ രചയിതാവ്. ഞാൻ കർമ്മം ചെയ്ത് ഗൃഹസ്ഥ വ്യവഹാരത്തിലിരുന്നു കൊണ്ട് ബാബയെ ഓർമ്മിക്കുന്നു. പഠിക്കുന്നു. ഇത് രാജയോഗമാണ്, പ്രവൃത്തി മാർഗമാണ്. ഞാൻ സ്വർഗത്തിലേക്ക് പോകുന്നതിനു വേണ്ടിയുള്ള പരീക്ഷ പാസ്സായിക്കൊണ്ടിരിക്കുന്നു. ടീച്ചറായി മാറി മറ്റുള്ളവർക്കും വഴി പറഞ്ഞു കൊടുക്കുന്നു. എന്നെ ശിവബാബ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പതിതത്തിൽ നിന്നും പാവനമാക്കിക്കൊണ്ടിരിക്കുകയാണ്. അച്ഛൻ എല്ലാവർക്കും സുഖം നൽകുന്നു. പുതിയ ലോകത്തിൽ സുഖം തന്നെ സുഖമാണ്. ബാക്കി എല്ലാവരും ശാന്തിധാമത്തിലിരിക്കുന്നു. ബാബ വരുന്നത് ഒരു തവണയാണ്. സൃഷ്ടിചക്രത്തിൻ്റെ രഹസ്യം പറഞ്ഞു തരുന്നു. ഇപ്പോൾ ഈ നാടകം പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു. എനിക്ക് തിരിച്ചു പോകണം. പിന്നീട് പുതിയ ലോകത്തിൽ പാർട്ട് അഭിനയിക്കണം. വിനാശത്തിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ കാണുകയാണ്. എനിക്കെന്താണ് ഓർമ്മ വരുന്നത് എന്ന് ഇപ്പോൾ ഞാൻ എൻ്റെ ഹൃദയത്തോട് ചോദിക്കുന്നു. ബുദ്ധി അലയുമ്പോൾ ബാബയുടെ ഓർമ്മ ഉണ്ടാകുന്നില്ല. വികർമ്മം വിനാശമാക്കുന്നില്ല. പദവിയും കുറഞ്ഞു പോകും. ശ്രീമതമനുസരിക്കുന്നില്ലെങ്കിൽ, സേവനം ചെയ്യുന്നില്ല എങ്കിൽ ബാബയുടെ ഹൃദയത്തിൽ കയറാൻ സാധ്യമല്ല. ഞാൻ പഠിപ്പിനെയും പഠിപ്പിക്കുന്ന ബാബയെയും ഓർമ്മിച്ച് സദാ ഹർഷിതരായിരിക്കുന്നു. ശ്രീമതത്തിലൂടെ അനേകരെ തനിക്ക് സമാനമാക്കുന്നതിനുള്ള സേവനം ചെയ്യുന്നു. ആരെയും ബുദ്ധിമുട്ടിക്കരുത്. ബാബ വരദാനം നൽകിയിരിക്കുന്നു. ഏകാഗ്രചിത്തരായി ഭവിക്കൂ. ഞാൻ അശരീരി സ്ഥിതിയുടെ ഇഞ്ചക്ഷനിലൂടെ മനസ്സിനെ നിയന്ത്രിക്കുന്നു. ബുദ്ധിയുടെ കടിഞ്ഞാൺ ബാബയ്ക്ക് നൽകുന്നു. തിരിച്ചെടുക്കുകയാണെങ്കിൽ മനസ്സ് വ്യർത്ഥത്തിലേക്ക് പോകും. ഇപ്പോൾ ഞാൻ വ്യർത്ഥത്തിൽ നിന്നും മുക്തമാണ്. എൻ്റെ പൂർവജ സ്വരൂപത്തെ സ്മൃതിയിൽ വെച്ച് ഞാൻ സർവ ആത്മാക്കളിലും ദയ കാണിക്കുന്നു.
ഓം ശാന്തി.